ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നീ പുറത്തുനിന്ന് ഒരു ചെറിയ ഷെയ്ഡ് അടിക്കുന്നുണ്ട് കേട്ടോ, അത് നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറയാനുള്ളത്. ഇത് ഞാൻ പറയുമ്പം എല്ലാവർക്കും എങ്ങനെയായിരിക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിൽ ഞാൻ പറയുന്നത് ചില കാര്യങ്ങൾ നിങ്ങളിൽ മുക്കാൽ ആൾക്കാർക്കും ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരിക്കും കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി യൂട്യൂബിൽ കണ്ട രീതിയിൽ ഡയറ്റ് ചെയ്തു, ആൾക്ക് മരണം സംഭവിച്ച കാര്യം ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആളുടെ ഒരു കാര്യത്തിൽ അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആൾ രാവിലെ എങ്ങാണ്ട് 2 ദോശയോ എന്തോ കഴിച്ചു കഴിഞ്ഞാൽ രാത്രി കുറച്ച് ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ടാണ് കിടക്കുന്നത്. വേറെ അങ്ങനെ ഫുഡൊന്നും കഴിക്കില്ല. അത്യാവശ്യം ഉള്ള വണ്ണവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷേ ബോഡി ഷേമിങ് കാരണമാണ് ഇങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞിട്ടും കുറേ നമ്മൾ കേട്ടിരുന്നു കേട്ടോ. അപ്പം എനിക്കിതിൽ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആ കുട്ടിയെ കണ്ടാൽ അറിയാം, നോർമൽ ഒരു കുട്ടിയാണ്. അത്യാവശ്യം വണ്ണോ കാര്യങ്ങളോ ഒന്നും അധികം ഇല്ല അതിന്. എന്നിട്ട് പോലും ബോഡി ഷേമിങ് അത് കേൾക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്നെ പോലുള്ള ഒരാളുടെയൊക്കെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതിപ്പം വണ്ണത്തിൻ്റെ പേരിൽ മാത്രമല്ല കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇപ്പോഴത്തെ ഒരു സമൂഹം എല്ലാവരും, അതിപ്പോൾ ചിലർ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഒരു ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആൾക്കാർക്കാണ്. അങ്ങനെയല്ല, ന്യൂ ജനറേഷൻ മാത്രമല്ല, പ്രായമുള്ളവരായാൽ പോലും നമ്മളെ ഒരുമാതിരി കാണുന്ന കുറേ പേരുണ്ട്. അതായത് വണ്ണത്തിൻ്റെ പേരിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏതൊരു ഫംഗ്ഷന് പോയാലും കുറേ ടീമുകൾ കാണും. അത് പ്രായഭേദം ഒന്നുമില്ല കേട്ടോ. അതിപ്പം പ്രായമായവരാണെങ്കിലും പ്രായം കുറഞ്ഞവരാണെങ്കിലും നമ്മുടെ ഏജിലുള്ളവരാണെങ്കിലും കുറച്ച് പേര് കാണും. ഒരു കാറ്റഗറി ആൾക്കാർ വന്നിട്ട് നമ്മൾ ആടിലും സംക്രാന്തിക്കും ഇതേപോലെ എന്തെങ്കിലും ഫംഗ്ഷന് മാത്രമായിരിക്കും വർഷത്തിലോ 2 വർഷം കൂടുമ്പോഴോ ഒക്കെ കാണുന്നത്. എന്നിട്ട് അവർ വന്നിട്ട് അയ്യോ എന്തൊരു വണ്ണോ ഇത്. എന്നിട്ട് ഇപ്പം എൻ്റെ ഹസ്ബൻഡിന് നോർമൽ വെയിറ്റ് ആണ്, എനിക്കിപ്പോൾ ഇത്തിരി വണ്ണം കൂടുതലാണ്. അതിന് തന്നെ കണ്ടിട്ട് ഉടനെ വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത്, നിങ്ങളാണോ എല്ലാം കഴിക്കണേ, അവളാണോ എല്ലാം കഴിക്കണേ, ഹസ്ബൻഡിനൊന്നും കൊടുക്കുന്നില്ലേ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും, അത് നമ്മുടെ ഹസ്ബൻഡ് കൂടെ നിൽക്കുമ്പോൾ തന്നെ നാട്ടുകാരിയൊക്കെയുള്ള ചോദ്യങ്ങളും, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതായത് വർഷത്തിൽ 1-2 വട്ടത്തിൽ കാണുന്ന ആൾക്കാരായിരിക്കും വന്നിട്ട് വണ്ണിച്ചിരിക്കുന്നല്ലോ, അയ്യോ ഭയങ്കര വണ്ണമായിപ്പോയല്ലോ, നേരത്തെ കൈ വണ്ണം കൂടിപ്പോയല്ലോ. ഓൾറെഡി ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് വണ്ണമുള്ള ഒരാളാണ്. എന്നിട്ട് പോലും നമ്മളെല്ലാം കാണുമ്പം വീണ്ടും ഒന്നും കൂടെ കുത്തണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഇവർക്ക് പറഞ്ഞെന്ന് കരുതിയിട്ട് അവർക്കൊന്നും നേടാനില്ല. കാരണം ഇവർ നമുക്ക് വന്നിട്ട് വണ്ണം കുറയാനായിട്ടുള്ള ഹെൽപ്പ് ചെയ്യലോ അല്ലെങ്കിൽ മോട്ടിവേഷൻ തരലോ ഒന്നുമില്ല. ചുമ്മാ പറയുമ്പോൾ ഒരു മനസ്സുഖം, നമുക്കത് വിഷമാവും, നല്ലതൊന്നും ആവില്ലല്ലോ. കാരണം നമ്മളൊരു ഇപ്പം ഞാനൊന്ന് ചോദിച്ചിട്ട്, നമ്മളൊരു കല്യാണത്തിന് എന്തായാലും വെൽ ഡ്രസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പം അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് കാണുമ്പോൾ നല്ല ഡ്രസ്സ് ഉണ്ടല്ലോ എന്ന് പറയാതെ ആദ്യം കണ്ട ഉടനെ അയ്യോ ഇതെന്തൊരു വണ്ണമാണ് എന്ന് പറയുന്ന ഒരാൾ പറയുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല അവരത് പറയുന്നത്, നമ്മളിട്ട് കുത്താൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അത് പറയുമ്പോൾ നമുക്ക് വിഷമാവും അവർക്ക് അറിയുകയും ചെയ്യാം, അല്ലേ? അത് വണ്ണമുള്ള ഒരാൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ തന്നെ ഞാൻ ഇത്തിരി കറുപ്പായിട്ടുള്ളവർ, ഞാൻ കുറേ ഇപ്പം എല്ലാവരും ഇരുന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, കറുപ്പാണെങ്കിലും വെളുപ്പാണെങ്കിലും ഇപ്പം എന്താ പ്രശ്നം എന്നുള്ളത്. ഈ പറയുന്ന മിക്കവരും വെളുത്തിരിക്കുന്നവരാണെന്നുള്ളതാണ് സത്യം. കാരണം കറുത്തിരിക്കുന്ന ഒരാൾക്ക് അനുഭവിക്കുന്ന പെയിൻ എന്താണെന്നുള്ളത് അയാൾക്ക് പറഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. പുറമേ നിന്ന് കാണുന്ന ഒരാൾക്കും അത് മനസ്സിലാവില്ല. നമുക്കിപ്പോൾ ഒരു ഭംഗിക്ക് പറയാം, വണ്ണിച്ചിരുന്ന എന്താ നല്ലത് കുഴപ്പം, കറുത്തിരുന്ന എന്താ കുഴപ്പം എന്നൊക്കെ. അങ്ങനെയല്ല, ആ ഒരു പെയിൻ എന്താണെന്നുള്ളത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് ഈ ഒരു കാലം വരെ ഇത് ഒന്നും മൈൻഡ് ചെയ്യാതെ, അതായത് നമ്മുടെ ബോഡി കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ വണ്ണിച്ചിട്ടാണോ എന്ന് മൈൻഡ് ചെയ്യാതെ സംസാരിക്കുന്നത് നമ്മുടെ ഈ ഒരു ലൈഫിൽ നമ്മൾ ജീവിച്ചെടുത്തോളം കാലം വളരെ കുറച്ച് പേരേ കാണുള്ളൂ. അതായത് നമ്മൾ എന്താണോ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളോട് സംസാരിക്കുന്നവർ. ബാക്കി മിക്കവരും ഭൂരിഭാഗം ആൾക്കാരും നമ്മുടെ ഔട്ടറായിട്ട് നമ്മുടെ ലുക്കിനെ വിലയിരുത്തി സംസാരിക്കുന്ന ആൾക്കാർ മാത്രമായിരിക്കും. അവരങ്ങനെയാണ് നമുക്ക് മര്യാദ തരുന്നത്. അതിന് എത്ര അല്ലെന്ന് പറഞ്ഞാലും അനുഭവിച്ച ഒരാളാണ് ഞാൻ, എനിക്കത് നല്ല രീതിയിൽ അറിയാം. അതായത്
എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഏതോ ഒരു ഫംഗ്ഷന് വന്നപ്പോൾ, ഞാൻ സ്കൂളും കാര്യങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ല, ഈ ഗസ്റ്റുകൾ വരുമല്ലോ, സ്റ്റേജിൽ ഗസ്റ്റുകൾക്ക് ഇരിക്കുമ്പോൾ അവർക്ക് പൂ കൊടുക്കാനായിട്ട് നമ്മുടെ അവിടെ പഠിക്കുന്ന പിള്ളേരിൽ നിന്ന് കുറച്ച് പേരെ വിളിക്കും. ഈ വിളിക്കുന്ന പിള്ളേരുടെ എന്ന് പറഞ്ഞാൽ ഞാൻ പലവട്ടം ശ്രദ്ധിച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള, കാണാൻ നല്ല വെളുത്തൊക്കെ ഇരിക്കണ, നല്ല ഭംഗിയുള്ള, അതായത് വലിയ വണ്ണമൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഉള്ള പിള്ളേരെ വിളിക്കുള്ളൂ. നിങ്ങൾക്ക് അതിൻ്റെ അനുഭവം ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, എനിക്കത് അനുഭവമുണ്ട്. അതെന്താണ്, ഇപ്പോൾ കറുപ്പ് വെളുപ്പ് മണ്ണോ ഒന്നും ഒരു പ്രശ്നമില്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും കൊണ്ടുപോയി കൊടുത്തുകൂടെ? അതങ്ങനെയല്ല, കുറച്ച് നല്ല ഭംഗിയുള്ള പിള്ളേരെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിളിക്കാറുള്ളൂ. അതേപോലെ അത് നമ്മുടെ സ്കൂളിൽ നിന്ന് തുടങ്ങുന്ന ഒരു കാര്യമാണ് കേട്ടോ. അത് പല കാര്യങ്ങളിൽ ഇപ്പം ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോയാൽ തന്നെ അയ്യോ വീണ്ടും ഒന്നും കൂടെ അങ്ങ് കറുത്തല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇപ്പോൾ ഇടുകയാണെങ്കിൽ വണ്ണം ഉണ്ടെങ്കിൽ പറയും അയ്യോ വണ്ണത്തിന് ഈ ഡ്രസ്സ് ചേരുന്നില്ല കേട്ടോ, ഇത് വേണ്ട കേട്ടോ. ഇനിയിപ്പോൾ കറുത്തിരിക്കുകയാണെങ്കിൽ പറയും എൻ്റെ പൊന്നി കറുപ്പ് ഒന്നും കൂടെ എടുത്ത് കാണിക്കുന്നു, ഈ ഡ്രസ്സ് വേണ്ട കേട്ടോ, ഒരു ഡ്രസ്സിങ് സെൻസ് വെച്ചിട്ട് എടുക്കുക കേട്ടോ എന്ന് പറയുന്ന കുറേ പേരുണ്ട്. കുറേ ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ ഞാൻ തന്നെ ലൈഫിൽ അനുഭവിക്കുന്ന ഒരു കാര്യം എനിക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവുമല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ബോഡി ഷേമിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ കാലഘട്ടത്തിലും വലിയ ഒരു ക്രൈമാണ്, അല്ലെങ്കിൽ ആ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ്, നിങ്ങൾക്കെതിരെ കേസ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് പോലും ബോഡി ഷേമിങ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും, ഒരുപാട്. ഇപ്പം ഈവൻ എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഇത്രയും വണ്ണുണ്ട്, എനിക്ക് ജനിച്ചപ്പോൾ തൊട്ടേ ഓൾറെഡി വണ്ണമുള്ള ഒരാളാണ്. എനിക്ക് വലുതാവും തോറും എൻ്റെ വണ്ണം കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പം ഇതിലിപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് കുട്ടികളായിട്ടില്ല. ഇപ്പം കുട്ടികളാവാത്തതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും തീരുമാനമാണ്, ഞങ്ങളൊന്ന് സെറ്റിലായി ഒരു ഫിനാൻഷ്യലി ആണെങ്കിലും ഒരു സ്റ്റേബിളായിട്ട് ഞങ്ങൾക്കൊരു കുട്ടി മതി. കാരണം ഞങ്ങൾ അനുഭവിച്ചത് ഞങ്ങളുടെ കുട്ടി അനുഭവിക്കാൻ പാടില്ല. അതായത് നമുക്ക് പല ഒരു ഇതും കാണുമല്ലോ നമ്മുടെ മൈൻഡിൽ, നമ്മുടെ കുഞ്ഞിനെ നമ്മൾ എങ്ങനെ നോക്കണമെന്നുള്ളത്. ആ ഒരു ഇത് വെച്ചിട്ട് ഞങ്ങൾക്കിപ്പോൾ വേണ്ട. അല്ലെങ്കിലും പേരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. ആ ഒരു പേരൻറ്റിങ് ആയിട്ടുള്ള ഒരു ക്യാപ്പബിലിറ്റി എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, ഞങ്ങളൊന്ന് ഫിനാൻഷ്യലി സ്റ്റേബിളായി ഒരു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ഒരു കുറവുമില്ലാതെ ഞങ്ങൾക്ക് നോക്കാൻ പറ്റും എന്നുള്ളത്. കാരണം ഇപ്പം ഫിനാൻഷ്യലി കുറച്ച് സ്റ്റേബിൾ അല്ലാതെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള മിക്കവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കും നമ്മളെപ്പോലുള്ളവർക്ക്. ഇപ്പം എനിക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യത്തിലും അപ്പം അങ്ങനെ ഹെൽപ്പിങ്ങിന് പുറത്തുനിന്നൊരു ആളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഞാനൊന്ന് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാലും, ഞാനിപ്പോൾ വയ്യാതായി പ്രഗ്നൻ്റ് ആയി ഞാൻ അവിടെ കിടക്കുന്ന ടൈമിലാണെങ്കിലും എൻ്റെ ഹസ്ബൻഡായിരിക്കും എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യേണ്ടത്. ആ ഒരു ടൈമിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിൽ മാത്രമാണ് അവിടെ കിടക്കുന്ന എനിക്കും, ഞാനൊരു പ്രഗ്നൻസി ടൈമിൽ എനിക്കും ഒരു സമാധാനം ഉണ്ടാവുള്ളൂ, എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. ആ ഒരു ഹാപ്പി മൊമെൻറ്റ് ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഇപ്പോൾ എന്തെങ്കിലും എനിക്ക് ഓൾറെഡി PCOD വണ്ണുണ്ട്, എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് ഇതിൽ വരികയാണെങ്കിൽ തന്നെ നമ്മൾ ഫിനാൻഷ്യലി കുറച്ചൊന്ന് സ്റ്റേബിൾ ആണെങ്കിൽ ആ ഒരു പാർട്ട് നമുക്ക് വിടാം അല്ലേ. ബാക്കി ഇനി ഹെൽത്ത് അല്ലെങ്കിൽ അതിൻ്റേതായ കുറച്ച് കോംപ്ലിക്കേഷൻസ് വന്നാലും ആ ഒരു കാര്യത്തിൽ ടെൻഷൻ അടിച്ചാൽ മതി. അപ്പോൾ ഫിനാൻഷ്യൽ പാർട്ട് എന്ന് പറയുന്നതിൽ നമുക്ക് സമാധാനം ഉണ്ട്. മറ്റുള്ള കാര്യത്തിൽ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളും കാര്യങ്ങളായിട്ട് നമുക്ക് പോകാം. പക്ഷേ ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉടനെ വന്നാൽ ഫിനാൻഷ്യലിയും നമുക്ക് ടെൻഷനാണ്, അതേപോലെ ഹെൽത്ത് വൈസും ടെൻഷനാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു ടൈമിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് വരില്ല നമ്മുടെ ഇമോഷൻസിനെ. അപ്പം അങ്ങനെയൊക്കെ വെച്ച് ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യമാണ്, ഇപ്പം ഫിനാൻഷ്യലി സ്റ്റേബിളായി ഓക്കെ ആയി എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് ഇടയിലും വന്നാൽ പോലും നമുക്ക് ആ ഒരു പാർട്ടിൽ ഓക്കെയാണ്, നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ഓക്കെ ആയിട്ട് നോക്കും എന്നുള്ളൊരു ഇത് വരുമ്പോൾ മാത്രം മതി എന്നുള്ള തീരുമാനമാണ്. പക്ഷേ എൻ്റെ ചില ബന്ധുക്കൾ വീട്ടിൽ വരുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ബന്ധു, ഞാൻ പേരൊന്നും പറയണില്ല, ആൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ്, ഏതോ ഒരു ഡോക്ടറിൻ്റെ പേര് പറഞ്ഞിട്ട് പറയാം, അവിടെ കൊണ്ടുവന്ന് കാണിക്കും, അവിടെ കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞാൽ കുട്ടികളില്ലാത്തവർക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവിടെ കുട്ടികളുണ്ടാവും എന്ന് കേൾക്കുന്നുണ്ട്, ഒന്ന് കാണിക്കുന്നത്.
ഈവൻ എന്നോടൊന്നും ചോദിക്കുന്ന പോലുമില്ല, നിങ്ങൾക്ക് കുട്ടികൾ ആവാത്തതാണോ, ട്രൈ ചെയ്യാത്തതാണോ എന്ന് പോലും ചോദിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. അപ്പോൾ ഒരളവിൽ കൂടുതൽ, ഒരു ലിമിറ്റിൽ കൂടുതൽ ഒരിക്കലും നമ്മുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാൻ ഒരാൾ വരരുത്. അഥവാ ഇപ്പോൾ വന്നാൽ പോലും അത് മാന്യമായി ഒന്ന് ചോദിക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ, അതോ ഇപ്പോൾ വേണ്ട എന്നുള്ള മൈൻഡാണോ എന്ന് ചോദിക്കുക. അതുപോലും ചോദിക്കാതെ വീണ്ടും ഒരു അഡ്വാൻറ്റേജ് എടുത്തിട്ട് ട്രീറ്റ്മെൻറ്റ് പോവൂ എന്നാണ് പറയുന്നത്. അപ്പോൾ സമൂഹത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ. ഈവൻ ഞാനോ എൻ്റെ ഹസ്ബൻഡോ ഒരു കുട്ടി എന്നുള്ള രീതിയിൽ ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ല, ഒരു ബേബി പ്ലാനിങ് ഇല്ല. പക്ഷേ ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല, ട്രീറ്റ്മെൻറ്റിന് പോവൂ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്, അതും എന്നോട് വന്നിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരു ആൾക്കാരുടെ ഒരു രീതിയും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് പോകുന്നത്. പിന്നെ പലരിടത്തും ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യം എനിക്കില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ആയിട്ട് മതി കുട്ടികൾ എന്നുള്ളത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ അവർ കുട്ടികളായില്ലേ എന്നുള്ളത് സമൂഹത്തിൻ്റെ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഇപ്പം ആയില്ല എന്നുള്ളൊരു ഉത്തരത്തിൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. പക്ഷെ അതിനപ്പുറത്തോട്ട് പോവുക എന്നുള്ളത് അത്രയും അഡ്വാൻറ്റേജ് എടുക്കേണ്ട ഒരു കാര്യം ആർക്കുമില്ല. അത് നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത്, അല്ലാതെ ഞങ്ങളല്ല പറഞ്ഞത് മനസ്സിലാക്കി തരേണ്ടത്. ഇനിയിപ്പോൾ അഥവാ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നമ്മൾ വായാടികളായി, ആ പെണ്ണിൻ്റെ വർത്താനം നോക്കിയേ എന്നുള്ളതാവും. അപ്പം ഇതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ലൈഫിൽ ഒരു ലിമിറ്റുണ്ട് എല്ലാവർക്കും ഇടപെടാൻ. ഇപ്പം നമ്മുടെ ഫാമിലി ആണെങ്കിൽ, നമ്മുടെ അച്ഛനും അമ്മയാണെങ്കിൽ നമ്മളോട് ചോദിക്കാൻ നോക്കി. അതല്ലാതെ പുറത്തുനിന്ന് ഒരാൾക്ക് നമുക്ക് ആരാണ് അല്ലെങ്കിൽ കുട്ടികൾ എന്താ ഉണ്ടാവാത്തത് എന്നുള്ളത് വരെ ഓക്കെ, അതിനപ്പുറത്തോട്ട് ലെവലിലോട്ടുള്ളത് ഒഴിവാക്കുക. അതൊന്നും ശരിയായ കാര്യങ്ങളല്ല. അതേപോലെ തന്നെ വണ്ണമുള്ള ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് വന്നിട്ട് വണ്ണിച്ചിരിക്കുന്നല്ലോ എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കാതിരിക്കുക. പോസിറ്റീവായ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് ഒരാളെ കാണുമ്പോൾ സംസാരിക്കാൻ കാണും. എന്തിനാണ് നെഗറ്റീവായ ഒരു കാര്യത്തിൽ തന്നെ പോയിട്ട് അവരെ വിഷമിപ്പിക്കാൻ നിൽക്കുന്നത്, അല്ലേ? ഇപ്പം ഈ ഒരു കുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കുക, അതിന് അത്ര വണ്ണേ ഉള്ളൂ, എന്നിട്ട് പോലും അത് ബോഡി ഷേമിങ്ങും കാര്യങ്ങളൊക്കെ അനുഭവിച്ചു എന്നുണ്ടെങ്കിൽ അത്രയും മനസ്സ് ഇതായിട്ടായിരിക്കും അതങ്ങനെ ഡയറ്റ് ചെയ്തത്. ഇപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഞാൻ പലവട്ടം ഡയറ്റ് നോക്കിയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ടോട്ടലി ഫെയിലിയറായിട്ട് ഇപ്പോൾ വീണ്ടും ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്ക് വണ്ണം കൂടിയതല്ലാതെ കുറയ്ക്കാൻ പറ്റിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് PCOD ഉണ്ട്. PCOD ഉള്ളതുകൊണ്ട് തന്നെ സിവിയർ ആയിട്ടുള്ള PCOD പ്രശ്നങ്ങളാണ് എനിക്കുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഡയറ്റ് ഓൾറെഡി നിങ്ങൾക്കറിയാം, ഞാൻ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം കുറേ പേര് ഇത് എന്നെ അറിയാവുന്നവർ ഈ വീഡിയോസ് കാണുന്നുണ്ട്. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറത്തിറങ്ങുമ്പോൾ, നീ കുറേ ഡയറ്റൊക്കെ ചെയ്തിട്ട് എന്ത് നിന്റെ വണ്ണം കുറയാത്തേ, ഇതാ ചോദ്യം. ഇതങ്ങോട്ട് കേൾക്കുമ്പം നമുക്ക് ഈ പട്ടിണി കിടന്നുള്ള ഡയറ്റ് ആണെന്നല്ലോ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മുന്നേ. കാരണം എത്രയോ വേഗം വണ്ണം കുറയ്ക്കണം എന്നുള്ളൊരു ടെൻഷനും നമ്മുടെ ആ ഒരു സ്ട്രെസ്സും കാരണം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പട്ടിണി കിടന്നുള്ള ഡയറ്റ് ചെയ്തിട്ട് മൊത്തത്തിൽ നമ്മൾ പൊട്ടിയിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ വീണ്ടും വന്നിട്ട് വണ്ണം കുറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പം എൻ്റെ സ്വഭാവം ഞാൻ പറയണം, ഞാൻ വീട്ടിലോട്ട് വരും, ഞാൻ ഇത്രയും പട്ടിണി കിടന്നിട്ട് എൻ്റെ വണ്ണം കുറഞ്ഞില്ലേ എന്നും പറഞ്ഞ് കുറേ കരയും. എന്നിട്ട് കുറേ ഫുഡ് ഓർഡർ ചെയ്യും. എൻ്റെ കംഫോർട്ട് സോണിലിരുന്ന് ഞാനത് കഴിക്കും. വന്ന് ഫുഡ് കഴിക്കുന്നതായി എൻ്റെ ഒരു കംഫോർട്ട് സോൺ എന്ന് വേണം പറയാൻ. കാരണം എനിക്ക് പുറത്ത് പോകണ്ട, എനിക്ക് ആരോടും മിണ്ടണ്ട, എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് കുറച്ച് ഫുഡ് വീട്ടിൽ വാങ്ങി വെക്കുക, അതിരുന്ന് കഴിക്കുക, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ വിടുക, ഇരിക്കുക. ഇതാണ് എൻ്റെ കംഫോർട്ട് സോൺ എന്നുള്ളൊരു ലെവലിലേക്ക്. ഇതും ഒരു കൈൻഡ് ഓഫ് ഡിപ്രഷനാണ്. അത് മനസ്സിലാക്കാൻ ഞാൻ വൈകി എന്നുള്ളതാണ് എൻ്റെ കാര്യത്തിൽ സത്യം. ഈവൻ എൻ്റെ കല്യാണ സമയത്ത് പോലും, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 വർഷം ആവാൻ പോകുന്നു കേട്ടോ. ഈ കല്യാണ സമയത്ത് പോലും എനിക്ക് 114 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് ഒരു 4 മാസം സമയമുണ്ട്. ഞാൻ കോയമ്പത്തൂരായിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ ടെൻഷനായി. എനിക്ക് കല്യാണത്തിന് സന്തോഷമല്ല, എൻ്റെ മനസ്സിൽ നാട്ടിൽ വരുമ്പോൾ കുറേ നാൾക്ക് ശേഷം ആൾക്കാർ എന്നെ കാണുമ്പോൾ വണ്ണിച്ചിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പട്ടിണി കിടന്നു കേട്ടോ എൻ്റെ വണ്ണം കുറച്ചത്. ഇപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട് അത് എന്തുമാത്രം ഡേഞ്ചർ ആയിരുന്നത്. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, എനിക്കിപ്പോഴും അറിയാം, കല്യാണത്തിന് 3 മാസം മുന്നേ തൊട്ട് ഒരു ദിവസം ഓരോ ഓറഞ്ച് ഞാൻ കഴിക്കും. ഓരോ ഓറഞ്ച് കഴിക്കും. ഉച്ച സമയത്ത് അവിടെ റാഗി സേമിയ അല്ലെങ്കിൽ മറ്റേ വീറ്റ് സേമിയ എന്ന് പറഞ്ഞിട്ട് കോയമ്പത്തൂർ വാങ്ങിക്കാൻ കിട്ടും. അതിൽ കുറച്ച് ഉള്ളിയിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കും, ഉപ്പിട്ട്. ഇത്ര ചെയ്യൂ.
ഒരു പച്ചക്കറി ഞാൻ കൂട്ടാറില്ല. വെള്ളം 1 ഗ്ലാസ്സാണ് ഒരു ദിവസം കുടിക്കുന്നത്. കാരണം ഞാൻ ഓരോ മിനിറ്റ് പോയി വെയിറ്റ് നോക്കും. വെയിറ്റ് നോക്കിയിട്ട് വെള്ളം കുടിച്ചിട്ട് പോകുമ്പം എനിക്ക് 30 ഗ്രാം കൂടുന്ന വെയിറ്റ്. ഇത് പിറ്റേ ദിവസം കുറയും എന്നുള്ളത് സമാധാനം എനിക്കില്ല. ഞാൻ എന്തെന്ന് വെച്ചാൽ 1 ഗ്ലാസ് വെള്ളം ഒരു ദിവസത്തേക്ക് കണക്കാക്കി ഞാൻ കുടിക്കും. രാത്രി ഒരൊറ്റ ഓറഞ്ചേ കഴിക്കുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് ഈ സേമിയ ഇങ്ങനെ ഉള്ളിലിട്ട് ഉപ്പിട്ട് വേവിച്ചതാണ് ഉച്ചയ്ക്ക് കഴിക്കണേ. എണ്ണ ചേർക്കില്ല കേട്ടോ. രാവിലെ ഒന്നും കഴിക്കില്ല. ഇതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു എന്നറിയാവോ? ഇതിൻ്റെ കൂടെ 10,000 സ്റ്റെപ്പുകൾ ഞാൻ നടക്കും. രാവിലെ ഒരു 5,000 സ്റ്റെപ്പ് നടക്കും. രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഒരു 5,000 സ്റ്റെപ്പ്. കാരണം ഒറ്റയടിക്ക് 10,000 എനിക്ക് പറ്റില്ല. സ്റ്റെപ്പ് ഞാൻ നടക്കും. ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ വൈകിട്ട് അവിടെ നടക്കാനായിട്ടുള്ളൊരു പാർക്കുണ്ട് കോയമ്പത്തൂരിൽ. ആ പാർക്കിൽ പോയിട്ട് അവിടെ ഇങ്ങനെ കുറച്ച് നമ്മുടെ ഇങ്ങനെ കൈകൊണ്ട് ചെയ്യുന്ന, എനിക്ക് അതിൻ്റെ ഒന്നും പേരറിയില്ല കേട്ടോ. കുറച്ചൊരു 10 മിനിറ്റ് ഞാൻ നടക്കും. അതിൻ്റെ കൂടെ ഈ ഒരു സംഭവത്തിലൊക്കെ കയറി ഒരു അരമണിക്കൂർ എക്സസൈസ് ചെയ്യും. എന്നിട്ട് വീട്ടിൽ വരും. ഇത് മാത്രം ചെയ്തിട്ട് ഞാനൊരു 3 മാസം കൊണ്ട്, പക്ഷേ ഞാൻ 114 കിലോയിൽ നിന്ന് ഞാൻ 89 കിലോ എത്തിയിട്ടോ. നാട്ടിൽ വരുന്ന സമയത്ത് 89 കിലോ ഞാൻ ആക്കി. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതാണ്. ഇതിൻ്റെ കൂടെ എനിക്ക് PCOD ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എനിക്ക് PCOD ഉണ്ട്. അപ്പോൾ PCODക്ക് എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നോർമൽ കണക്ക് ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് അല്ല, എനിക്ക് ഓവർഫ്ലോ ആണ്. അതായത് ബ്ലഡ് വന്നിട്ട് നിൽക്കണമെങ്കിൽ ഞാൻ ടാബ്ലറ്റ് കഴിക്കണം. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ബ്ലഡ് വന്നിട്ട് നിൽക്കണമെങ്കിൽ ഞാൻ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ദിവസം തൊട്ട് എനിക്ക് വീണ്ടും പീരീഡ്സ് ആവും. പക്ഷേ എനിക്ക് ഈ ബ്ലഡ് വരുന്ന സമയത്ത് വെയിറ്റ് കുറയുന്നില്ല. അത് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കണ്ടിന്യൂ ആയിട്ട് 3 മാസം ഈ ടാബ്ലറ്റ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു. അതായത് ആ 3 മാസം എനിക്ക് പീരീഡ്സ് ആയിട്ടില്ല. കാരണം എനിക്ക് അത് കഴിച്ചു കഴിഞ്ഞാൽ പീരീഡ്സ് ആവില്ല. ഞാനത് ബ്ലഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം എനിക്ക് വെയിറ്റ് കുറയണം. ഈ 7 ദിവസം പീരീഡ്സ് ആയിട്ട് കളയാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് ഞാൻ ഈ ടാബ്ലറ്റ് തന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു. 3 മാസം എനിക്ക് പീരീഡ്സ് ആയിട്ടില്ല കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു വെയിറ്റ് ഞാൻ കുറച്ചത്. ഞാൻ പിന്നീട് അത് ആലോചിക്കാറുണ്ട്, എന്തോ ഒരു ഭാഗ്യത്തിനാണ് എനിക്കൊന്നും എൻ്റെ ജീവന് പറ്റാതിരുന്നത്. ഇല്ലെങ്കിൽ ഞാൻ അന്നേ എൻ്റെ കാര്യവും ഇതേപോലെ കഴിയേണ്ട ഒരവസ്ഥയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് വണ്ണം വരുന്നതെങ്കിൽ ആരെയും ബോധിപ്പിക്കാൻ പറ്റില്ല, ആരുടെയും വാ മൂടി കെട്ടാൻ പറ്റില്ല. റെഗുലറായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. കാരണം നമ്മുടെ ഹെൽത്ത് ഒരു മെയിനാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് ചെയ്യുക. പിന്നെ ഒരുപാട് അങ്ങോട്ട് വെയിറ്റ് ഉണ്ടെങ്കിൽ എക്സസൈസ് ചെയ്താലേ വെയിറ്റ് കുറയൂ എന്നുള്ളത് ചിന്തിക്കാതിരിക്കുക കേട്ടോ. ഇപ്പം നോർമൽ ഒരു ബോഡിയിൽ എക്സസൈസ് ചെയ്യുന്ന അത്രയൊന്നും ഒരു 100 kg മേളിലുള്ള ഒരാളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു 80% ഡയറ്റും ഒരു 20% എക്സസൈസിനും കൊടുക്കുക. അത് ആദ്യമൊക്കെ ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നടക്കുക. വെറുതെ ഫുഡ് കഴിച്ചിട്ട് 3 നേരം നമ്മൾ ഫുഡ് കഴിക്കില്ലേ, ആ 3 നേരം ഇപ്പോൾ രാവിലത്തെ ഫുഡ് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ലൈറ്റായിട്ട്. ഉച്ചയ്ക്ക് ഫുഡ് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് നടക്കുക. ആദ്യമൊക്കെ അതിൽ തുടങ്ങുക. എന്നിട്ട് ഒരു 100 കിലോയ്ക്ക് ഉള്ളിലായിട്ട് പയ്യെ നമുക്ക് എക്സസൈസും കാര്യങ്ങളും കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെ പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയൊന്നും നമ്മൾ ശ്രദ്ധിച്ച് തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ നിങ്ങൾ ആലോചിക്കുക, ഇപ്പം എത്ര പേര് ബോഡി ഷേമിങ് ചെയ്താലും എത്ര ഇത് ചെയ്താലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എങ്കിലും മാക്സിമം ഒന്ന് കൺട്രോൾ ആവാൻ ശ്രമിക്കുക. കാരണം പലയിടത്തുനിന്നും പല രീതിയിൽ നമുക്ക് പലതും കേൾക്കേണ്ടി വരും. പല കുത്തുവാക്കുകളും പല പുച്ഛങ്ങളും. ഇതിപ്പം സത്യം പറഞ്ഞാൽ വണ്ണമുള്ള ഒരാളാണെങ്കിലും ഇപ്പം കറുത്തിരിക്കുന്ന ഒരാളാണെങ്കിലും നമ്മുടെ കാര്യത്തിൽ നമ്മൾ തെറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ, തെറ്റ് മീൻസ് നമ്മളായിട്ട് വരുത്തി വെക്കുന്നതൊന്നും അല്ലാതെ തന്നെ ഏതോ വലിയ മാറാ രോഗം വന്നിട്ട്, അതായത് പകർച്ചവ്യാധി ഉള്ള പോലെയാണ് മറ്റുള്ളവർ നമ്മളോട് നോക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. അതായത് ആ ഒരു രീതിയാണ് അവർ നമ്മളോട് ആ ഒരു പുച്ഛം കാണിക്കുന്നത്. അത് മനസ്സിലായിട്ടുള്ളവർക്കേ അത് മനസ്സിലാവുള്ളൂ അല്ലേ. കാരണം നമ്മളിനി എത്രയൊക്കെ നോർമൽ ഒരാളടുത്ത് നമ്മൾ ഇതേ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് അവരെ കറക്റ്റാക്കാൻ നോക്കിയാലും പറ്റില്ല. കാരണം വണ്ണമുള്ള ഒരാൾക്ക് മാത്രമേ വണ്ണമുള്ള ഒരാളിനോട് നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതേപോലെ കറുത്തിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ കളർ കുറഞ്ഞ ഒരാളോട് നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് എന്തും പറയാം, നിങ്ങൾക്ക് വണ്ണം കുറച്ചുകൂടി, നിങ്ങൾക്ക് വണ്ണം കുറച്ചാൽ ഇത് കേൾക്കേണ്ടി വരില്ലല്ലോ എന്ന്. വണ്ണമുള്ള ഒരാളുടെ പ്രശ്നം അതാണ്. വണ്ണം കുറയ്ക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. പിന്നെ ചിലരൊക്കെ നോർമലി അവർ അത്യാവശ്യം
വെയിറ്റും കാര്യങ്ങളും ഉള്ളവരായിരിക്കും, അത്യാവശ്യം കളറും കാര്യങ്ങളും ഒക്കെ ഉള്ളവരായിരിക്കും. ഇങ്ങനെയുള്ളവരാണ് മറ്റുള്ളവരെ കളിയാക്കുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് അങ്ങനെ ഒരു വണ്ണം കുറയ്ക്കാനായിട്ടോ അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനായിട്ടോ ഒരു 5 കിലോ കുറയ്ക്കാനായിട്ടോ, അതായത് ഇങ്ങനെ ഡയറ്റ് ചെയ്യുന്ന പോലുള്ള ഒരു സ്ട്രഗിൾ അല്ല നല്ല വെയിറ്റ് ഉള്ള ഒരാൾക്കും നല്ല കളർ കുറഞ്ഞ ഒരാൾക്കും അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഞങ്ങളാരും തെറ്റോ കാര്യങ്ങളോ ചെയ്തിട്ടൊന്നും അല്ല നമുക്ക് ഈ ഒരു അവസ്ഥ വന്നത്. ഇതൊക്കെ ഓരോരുത്തർ ജനിച്ചപ്പോൾ തൊട്ടേ ഉള്ള ഓരോ കാര്യങ്ങളാണ്, ഓരോ അസുഖങ്ങൾ കാരണം വരുന്ന ഓരോ കാര്യങ്ങളാണെന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിക്കാനുള്ളൊരു മനസ്സ് മതി കേട്ടോ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ തന്നെ ആയാലും എന്നെ കളിയാക്കിയ പല ആൾക്കാരും അവർക്ക് നോർമൽ വണ്ണേ ഉള്ളൂ, അത്യാവശ്യം കളറുള്ള ആൾക്കാരാണെങ്കിൽ കളർ കുറഞ്ഞവരെയും എന്നെ പോലുള്ളവരെയൊക്കെ കളിയാക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു സ്ട്രഗിൾ എന്താണെന്ന് അറിയില്ല, ചുമ്മാ അങ്ങ് വന്ന് കുറേ കളിയാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു മൈൻഡിലുള്ളത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ പോലുള്ളവർക്ക് ഒരിക്കലും മനസ്സിലാക്കാനും പറ്റില്ലെന്നറിയാം, എന്നാൽ നമ്മളെ റിയലായിട്ട് മനസ്സിലാക്കി നിൽക്കുന്ന കുറേ പേര് കൂടെ കാണും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരെ ഒന്നും ഒരിക്കലും വിട്ട് കളയാതിരിക്കുക. കാരണം നമ്മുടെ റിയൽ അവസ്ഥ മനസ്സിലാക്കി, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ണവും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കളറും ഒന്നും നമ്മളെ ഒരിക്കലും നമ്മുടെ കഴിവുകളെ വിട്ട് നിൽക്കാനായിട്ട് നമ്മുടെ കൂടെ നിൽക്കില്ല. പക്ഷേ കൂടെയുള്ളവർ അടിച്ചമർത്താതിരിക്കുക കേട്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്താണോ നമ്മുടെ കഴിവ് അതങ്ങനെ തന്നെ കാണും. അതിന് ഈ വണ്ണം ആയാലും കറുപ്പായാലും ഒന്നും ഒരു പ്രശ്നമല്ല. നിങ്ങളാരും അതൊരു പ്രശ്നമാക്കാതിരിക്കുക. ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഒരു കുട്ടിയുടെ ജീവൻ പോയി. ഇതേപോലെ പലത് എത്രയാണ് ഈ ഒരു വണ്ണം കുറയാനായിട്ട്, എനിക്കതിൻ്റെ പേരൊന്നും ഓർമ്മയില്ല കേട്ടോ, കുറേ ഓപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്ത് തന്നെ ജീവൻ പോയ കുറേ പേരെ എനിക്കറിയാം. അപ്പോൾ ദയവ് ചെയ്ത് അങ്ങനത്തെ ഉള്ള ഒന്നും നിങ്ങളൊക്കെ ചെയ്ത് തെറ്റ് ചെയ്യാതിരിക്കുക. വണ്ണമുള്ളവരോടാണ് ഞാൻ പറയുന്നത്. അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് നോക്കുക. മാസം ഒരു 5 കിലോ അല്ലെങ്കിൽ 6 കിലോ അതിൽ കൂടുതൽ കുറയാനായിട്ട് ചിന്തിക്കരുത്. ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ്, ഒരു വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് 5 to 6 kg മാത്രമേ ഒരു മാസം ആവാൻ പാടുള്ളൂ. ഒരു 10 കിലോ 12 കിലോ ഒക്കെ കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഹെൽത്തി അല്ല. അത് ത്രൂ ഔട്ട് ചെയ്യാതിരിക്കുക കേട്ടോ. ത്രൂ ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു മാസം ഒക്കെ അതിൽ കൂടുതൽ ചെയ്യാതിരിക്കുക. ഇല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു ഡയറ്റീഷ്യനെയോ ന്യൂട്രീഷനെയോ കണ്ടിട്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ ഡയറ്റ് കൊണ്ടുപോവുക. അപ്പം നിങ്ങളുടെ ബോഡിക്കുള്ള എല്ലാ എലമെൻസിനും ആ ഒരു ദിവസത്തെ മീലിൽ നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ വീട്ടിലുള്ള ഡയറ്റ് കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ ഈവനിപ്പം ഞാൻ ഇടുന്ന വീഡിയോസിൽ പോലും അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാത്രമുള്ള ഡയറ്റും കാര്യങ്ങളും ചെയ്യുക. ഞാൻ മാത്രമല്ല, എല്ലാവരുടെ കാര്യത്തിലും ഞാൻ പറയാം, ഹെൽത്തി ആയിട്ട് പ്രോട്ടീൻ ആയാലും അതേപോലെ തന്നെ കാർബ്സ് ആയാലും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ളത് പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റ് മാത്രം ചെയ്യാനായിട്ട് നോക്കുക. പട്ടിണി കിടന്ന് ഡയറ്റ് ചെയ്യരുത്. ഒരുപാട് ഫുഡ് കുറച്ചിട്ട് വളരെ കുറച്ച് കാലറി മാത്രം കഴിച്ചുകൊണ്ടുള്ളൊരു ഡയറ്റ് തുടങ്ങരുത് കേട്ടോ. ഒരു 1500 to 1600 കാലറീസിൽ വരുന്ന ഒരു ഡയറ്റ്, അല്ലെങ്കിൽ ഒരു 800 കാലറീസ് എങ്കിലും അറ്റ്ലീസ്റ്റ് എടുക്കാൻ നോക്കുക കേട്ടോ. അങ്ങനെയുള്ള ഡയറ്റും കാര്യങ്ങളും മാത്രം നോക്കുക കേട്ടോ. എനിക്ക് സമൂഹത്തിനോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം വണ്ണം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇനി മെലിഞ്ഞിരുന്നായാലും പോലും, ഈവൻ ഇപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ, ഈ ഓവർ വെയ്റ്റ് പോലെ തന്നെ അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ളവരും അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പം വണ്ണം കുറഞ്ഞിരിക്കുകയോ വണ്ണം കൂടിയിരിക്കുകയോ അല്ലെങ്കിൽ കറുത്തിരിക്കുകയോ എന്തോ ആവട്ടെ, എന്തോ ആയിക്കോട്ടെ, നല്ലതിന് വേണ്ടി പറയുന്നത് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ കുത്താൻ വേണ്ടി പറയുന്നത് എന്താണെന്നുള്ളതും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ. ഇനി അല്ല കുത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരിക്കലും അങ്ങനത്തുള്ള രീതിയിലൊന്നും സംസാരിക്കാതിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണമില്ല, നിങ്ങൾക്കൊരു മനസ്സുഖം കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷെ ഞങ്ങൾക്കത് അങ്ങനെയല്ല കേട്ടോ. ഞങ്ങൾക്ക് അത് കുറേ നാളത്തേക്ക് ഓർത്ത് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക. ഈവൻ വീട്ടിലാണെങ്കിൽ പോലും എനിക്കറിയാം, ഇപ്പം വണ്ണമുള്ളതിൻ്റെ പേരിലും കറുത്തിരിക്കുന്നതിൻ്റെ പേരിലും സ്വന്തം അമ്മയും അച്ഛനും പോലും വണ്ണിച്ചല്ലോ കറുത്തല്ലോ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ഒഴിവാക്കി നിർത്തുന്നവരെ എനിക്കറിയാം. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ കുട്ടികളാണ്. നിങ്ങൾക്കും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ വേറെ ആർക്കാണ് പറ്റുക. അപ്പോൾ അവരെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കുട്ടികളാണ്. നിങ്ങൾ തന്നെ അവരെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സമൂഹം ഒറ്റപ്പെടുത്തുന്നത് പിന്നെ പറയാനായിട്ട് വേറെ കാര്യങ്ങൾ വേണ്ടല്ലോ. അപ്പോൾ വണ്ണം ഉണ്ടോ വണ്ണമില്ലേ അല്ലെങ്കിൽ ഇത് നോക്കിയിട്ട് ഒരാളെ വിലയിരുത്താതിരിക്കുക. അവരുടെ മനസ്സ് നോക്കിയിട്ട് അവരെ വിലയിരുത്തുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ പറഞ്ഞതിന് കൂടിപ്പോയാൽ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇതൊക്കെ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. കാരണം ഞങ്ങൾ അനുഭവിക്കുന്നത് ഞങ്ങൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലത്തുള്ള എക്സ്പീരിയൻസ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് ഈ സമൂഹത്തിനോട് അത് അറിയിക്കണമല്ലോ. നമ്മൾ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് ചിലപ്പോൾ ഒരാളെങ്കിലും ഈ പറയുന്ന ഒരു വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേട്ടിട്ടോ
തിരുത്താൻ തയ്യാറാണെങ്കിൽ അവരത് തിരുത്തട്ടെ, അല്ലാത്തവർ അങ്ങനെ തന്നെ പോട്ടെ, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ അനുഭവിച്ചിട്ടുള്ള ഇപ്പോൾ പെയിൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് കമൻറ്റിൽ പറയാതെ, ഇപ്പോൾ വെയിറ്റിൻ്റെ പേരിലാണെങ്കിലോ വെയിറ്റ് കുറഞ്ഞതിൻ്റെ പേരിലാണെങ്കിലോ ഇനി അതല്ല കളർ കുറഞ്ഞതിൻ്റെ പേരിലാണെങ്കിലോ എന്താണ് നിങ്ങൾക്ക് ഇതേപോലെ വല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.